നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സുഭാഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് നികേഷ് പനിച്ചു പറിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടത്. അപ്പം നികേഷിനെ നോക്കാനായിട്ട് സുധീഷിനെ ഏർപ്പാടാക്കിയിട്ട് പോയതാ. സുധീഷ് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, കൃത്യസമയത്ത് മരുന്നും അതുപോലെ ഫുഡൊക്കെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ എങ്കിൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. സുധീഷിൻ്റെ പാട് നോക്കിപ്പോയി. സുഭാഷിനാണ് സഹിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു സങ്കടമായിപ്പോയി. നികേഷിനാണ് എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സുഭാഷ് പോയി മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് നെറ്റിയിലൊരു തുണിയൊക്കെ നനച്ചിടുന്നുണ്ട്. സുഭാഷിന് ഭയങ്കര ടെൻഷനായിരുന്നു. നികേഷിനൊരു പനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സുഭാഷിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നികേഷ് അവിടെ കിടക്കുവാണ്. ആ സമയത്ത് നിധിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം സുധീഷാണ് ഇടയ്ക്കിടയ്ക്ക് സോറി അയക്കുന്നുണ്ട്, മെസ്സേജായിട്ട് അയക്കുന്നുണ്ട്. പക്ഷെ നിധി അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓഫീസിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധിയുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവർ കൊണ്ടുവന്ന് നിധിയുടെ കയ്യിലേക്ക് കുറച്ച് പേപ്പറുകളും കാര്യങ്ങളും കൊടുക്കണം. ഓരോരുത്തരും ഓരോ പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തു. നിധി അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം സോറി എന്നും പറഞ്ഞുകൊണ്ട് അയാൻ വരി സോറി എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇത് ആരാ എഴുതിയതാ, ആരാ തന്നേന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു, അതെ താഴെ ഞങ്ങൾക്കൊരു ചേട്ടൻ തന്നാന്ന് പറഞ്ഞു, നിധി ചേച്ചിയെ തരാൻ പറഞ്ഞു. അപ്പോഴേക്കും നിധിക്ക് ഭയങ്കര ടെൻഷനായി. നിധി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും താഴെ സുധീഷ് നിൽക്കുന്ന കണ്ടു. അപ്പോൾ സുധീഷ് മനഃപൂർവ്വമാണ് തന്നെ നാണം കെടുത്താനുള്ള പുറപ്പാടാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. ആ സമയത്ത് നിധി പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല. നേരെ അതെല്ലാം അവിടെ വെച്ചിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ദിവ്യ അങ്ങോട്ടേക്ക് വന്നു. ദിവ്യ വന്നിട്ട് നിധിയോട് പറഞ്ഞു, നിധി എന്താ പറ്റിയത്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ ഏതാ, ഒരു പക്ഷേ നിധിയായിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അവനിങ്ങനെ വന്ന് ഇത്രമാത്രം സോറിയും കാര്യങ്ങളൊക്കെ നിധിയോട് പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നിധിയുടെ കാമുകരം മറ്റോ ആണോ, നിധി നിൽക്കുന്ന വീട്ടിലെ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞല്ലോ, നിധിയുടെ റിലേറ്റീവ് ആണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിധിക്ക് എന്ത് ഉത്തരം കൊടുക്കണം എന്ന് അറിയുണ്ടായിരുന്നില്ല. നിധി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ആ ചെറുപ്പക്കാരൻ വന്ന് സോറി പറയണേ? എന്തേലും ഒരു കാരണമില്ലാതെ സോറി പറയാതിരിക്കില്ല. സാധാരണ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഇങ്ങനെ സോറി പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാ. പക്ഷേ എങ്കിൽ അവൻ വന്നിട്ട് ഇത്രമാത്രം സോറിയൊക്കെ പറയുന്നുണ്ട്, എന്തേലും പ്രശ്നമുണ്ടോ? നിധി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ദിവ്യേ, ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് ദിവ്യ അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. നിധിക്ക് പറയാൻ പറ്റില്ലല്ലോ, തൻ്റെ കഴുത്തിൽ താലിയാർത്തിയ പുരുഷനത് അന്നത്തെ ആ സാഹചര്യം കാര്യങ്ങളൊക്കെ ആരോടും പറയേണ്ടെന്ന് കരുതിയിട്ടാണ് ദിവ്യയോട് പോലും നിധി അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ. പിന്നീട് ദിവ്യ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നിധിക്ക് നല്ല ടെൻഷനായി. നിധി ജനലിൻ്റെ അവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ സുധീഷിനെ കണ്ടില്ല. നിധി ഇങ്ങനെ ഓർക്കുവാണ്, താൻ ഒരിക്കലും ആഗ്രഹിക്കാതെയാണ് സുധീഷ് തൻ്റെ കഴുത്തിൽ താലിയാർത്തിയത്. പക്ഷെ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ, ആ വീട്ടിൽ ചെന്ന് താൻ ഇത്രയും കാലം ജീവിച്ച് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നിധി പോയി നോക്കണം. കിടന്നിട്ട് നിധിയുടെ കൺമുന്നിലേക്ക് സുഭാഷും നികേഷും ഹരീഷും എല്ലാവരും കൂടെ വരുവാണ്. കാരണം അവരെക്കുറിച്ചുള്ള ചിന്തകൾ, ആ വീട്ടിലെക്കുറിച്ചുള്ള ഓർമ്മകൾ നിധിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. നിധിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നികേഷിനെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിച്ച് ഹരീഷും സുഭാഷും കൂടെ ചേർന്ന് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. തനിച്ചെഴുന്നേറ്റ് പോകാനുള്ള ത്രാണി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഹാളിലേക്ക് കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക, ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട സുഭാഷ് ചേട്ടാ, കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാകുന്നേ. അപ്പോഴേക്കാണ് സുധീഷിൻ്റെ വരവ്. സുധീഷ് വന്ന് നോക്കിയിട്ട് എന്താടാ നിനക്കിത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, വന്നിരിക്കുന്നു എവിടെയാണ്ടൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട്, നാണം ഉണ്ടോടെ നിൽക്കുന്നു ചോദിച്ചു. സുധീഷ് ചോദിച്ചു, എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, നീ കൂടുതലും മിണ്ടരുത്, എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടിരിക്കും കേട്ടോ സുധീഷേ, ഒന്നും അറിയത്തില്ലാത്ത പോലെ അവൻ്റെ സംസാരം. സുധീഷ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നികേഷിൻ്റെ അടുത്തേന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് നികേഷ് ആ കൈയൊക്കെ ഇങ്ങോട്ട് തട്ടി മാറ്റി. എന്നോട് കൂടുതൽ സംസാരിച്ചുകൊണ്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞു. നികേഷിനും ദേഷ്യമായിരുന്നു. സുഭാഷ് പറഞ്ഞു, എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്, നിന്നോട് രാവിലെ ഞാൻ ചോദിച്ചല്ലേ ഇവനെ നോക്കുവാന്ന്, അപ്പം നീ എന്താ പറഞ്ഞേ, കൃത്യമായിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തോളാം, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപടി തന്നെ നീ ഇറങ്ങിപ്പോയില്ലേ. ഇങ്ങനെയാണോടെ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ച്, ഒരു രോഗിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ രോഗി മരിച്ച് അതിൻ്റെ അടിയന്തരം കഴിഞ്ഞാൽ നീ വീട്ടിലെത്തുമെന്ന് ചോദിച്ചു. എന്താ സുഭാഷ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ, മിണ്ടരുത് നീ, നിന്നോട് എന്ത് പറഞ്ഞിട്ടല്ല രാവിലെ പോയത്, നീ ഏറ്റതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവനെ നോക്കി ഇവിടെ ഇരിക്കില്ലായിരുന്നോ, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പനിച്ചു വരച്ചവൻ കിടക്കുമായിരുന്നു. സുധീഷ് പറഞ്ഞു, അതിപ്പം ഞാൻ അറിഞ്ഞു അവൻ ഇത്രമാത്രം പനി കൂടുന്ന്.
എനിക്കതറിയില്ലായിരുന്നു പറഞ്ഞു. അതെ, നിനക്കൊന്നും അറിയത്തില്ല, നിന്നോട് ചോദിച്ചാൽ നിനക്കൊന്നും അറിയത്തില്ല. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇവനെ നോക്കുമായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയണം. ഹരീഷ് പറഞ്ഞു, അതെങ്ങനെയാ? ബന്ധത്തിന് വല്ല വില കൽപ്പിക്കുന്നതിനോടും പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. പണ്ട് മുതലേ ഇങ്ങനെയാണുള്ള സ്വഭാവം. സ്വന്തം കാര്യം ചിന്താവാം, തോന്നിയവടി ഇറങ്ങിപ്പോവും. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയണം, അല്ലാതെ ഒരു കാര്യം ഏറ്റിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകുകയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞു ഹരീഷും പറഞ്ഞു. പിന്നെ സുധീഷ് ഹരീഷും കൂടെ അവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം. ഒടുവിൽ കയ്യാങ്കളിയായി. അപ്പോഴേക്കും നികേഷ് സുഭാഷിനോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സുഭാഷ് ചേട്ടാ, എന്നെ ആ മുറിയിലൊന്ന് കൊണ്ടേ കിടത്തിയാൽ മതി, ഞാൻ എങ്ങനെയാലും പോയി കിടന്നോളാം. ഒരു സ്വസ്ഥതയെ സമാധാനം തരില്ലെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. സുഭാഷ് ഇവിടെ നിർത്തുന്നുണ്ടോ രണ്ടുപേരും കൂടെ? കുറച്ച് നാളത്തേക്ക് ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നു, വീണ്ടും അതില്ലാതായി. നാണമില്ല നിനക്കൊക്കെ? പോത്തുപോലെ വളർന്നിട്ട് അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. 2 എടുത്തിട്ട് ഞാൻ തരൂട്ടെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് നികേഷ് ഞാൻ കൈ പിടിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. നികേഷിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ദേഷ്യം സങ്കടമൊക്കെ ആയിരുന്നു നികേഷിൻ്റെ മനസ്സിൽ. കാരണം തന്നെ ഇപ്പം നോക്കാൻ ആരുമില്ല. നിധിയടുത്തി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് മുമ്പ് പനി വന്നു കഴിഞ്ഞപ്പം അത്ര കാര്യമായിട്ടാണ് കെയർ ചെയ്തേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നികേഷിന്, സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് എന്ത് ചെയ്തു, ഫോൺ എടുത്ത് നിധിയെ വിളിക്കുകയാണ്. അപ്പം നിധിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കിടന്നിട്ട്. അപ്പോഴാണ് നികേഷിൻ്റെ കോള്. ഇവനെന്താ പോലും ഈ സമയത്ത്? അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് ഭയങ്കര ടെൻഷൻ. നികേഷ് ഒറ്റ കരച്ചിലായിരുന്നു. നിധി ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല, എന്താ നിന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നത്? അത് പിന്നെ നിധിയടുത്തി, എനിക്ക് പനിയാന്ന് പറഞ്ഞു. പനിയോ? അതെ, എനിക്ക് പനിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, എന്നിട്ട് മരുന്ന് വാങ്ങിയില്ലേ? ഗുളികയൊക്കെ സുഭാഷേട്ടൻ തന്നു. പക്ഷേ പകലെന്നെ നോക്കാൻ ആരും ഇല്ലായിരുന്നു ഇവിടെ. സുധീഷേനെ ഏർപ്പാടാക്കിയിട്ടാണ് സുഭാഷേട്ടൻ പോയത്. സുധീഷേട്ടൻ തോന്നിയ ദിവസം പോവുകയും ചെയ്തു. എന്ത് ചെയ്യാനാ? നിധിയടുത്തി ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ തവണ നിധിയടുത്തി ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ പനിയൊക്കെ പെട്ടെന്ന് മാറി. പക്ഷേ ഇത്തവണ എടാ ഞാനിവിടെ ഹോസ്റ്റലായി പോയാലും എന്ത് ചെയ്യാൻ പറ്റും? നിധിയടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങോട്ടേക്ക് വരാനോ? ഞാനാ? അതെ, എനിക്ക് നിധിയടുത്തിയെ കാണാൻ തോന്നുന്നുണ്ട്. നിധിയടുത്തി ഇവിടെ വേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. നിധി പറഞ്ഞു, എടാ മോനെ, അത് പിന്നെ ഞാൻ ഹോസ്റ്റലായതുകൊണ്ടാണ്, ആ സാരമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് നിധിയടുത്തെ കാണാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാ. നിധിയടുത്ത് റെസ്റ്റ് എടുത്തോ, കിടന്നുറങ്ങിക്കോളാനൊക്കെ പറഞ്ഞിട്ട് നികേഷ് കോള് കട്ട് ചെയ്തു. നിധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവൻ അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കത്തുള്ളൂ. അവൻ അത്രമാത്രം കാര്യമായിട്ടാണ് നിധിയെ കൊണ്ടുവരുന്നത്. നിധിയുടെ കൂട്ടത്തിൽ എവിടെ പോലും നികേഷ് ചെല്ലും. എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ ഒരു വയ്യായികം എന്ന് പറഞ്ഞപ്പോൾ നിധിക്ക് സഹിക്കാൻ പറ്റുമോ? പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിധി എന്ത് ചെയ്തു, ഹോസ്റ്റലിൽ നേരെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. സുഭാഷ് അടുക്കള കയറി ചായ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു നിമിഷം ഞെട്ടിപ്പോയി സുഭാഷ്. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാസ്കരനെ കണ്ടു. ഭാസ്കരൻ്റെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നിധിയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, മോള് രാവിലെ ഇങ്ങോട്ട് പോന്നോന്നൊക്കെ ചോദിച്ചു. പിന്നീട് നിധി നേരെ ചെല്ലുന്നത് നികേഷിൻ്റെ അടുത്താണ്. നികേഷ് നല്ല ഉറക്കമായിരുന്നു. നികേഷിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നികേഷിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല നിധി അടുത്ത് ഇത്ര രാവിലെ വരും എന്നുള്ളത്. നികേഷിന് സന്തോഷമായി. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ കണ്ണൂർ നോക്കിയിട്ട് ഒരന്താളിപ്പോടെ നോക്കുകയാണ്. സുധീഷിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ ദൈവമേ, ഞാനിത് എന്താ കാണുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് അവിടേക്ക് ഇരിക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, കൂടുതൽ എക്സ്പ്രഷനൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെ, നിധി അടുത്ത് എന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് സുബേഷ് പറഞ്ഞു, അല്ല നിന്നെ കാണാനോ? അതിന് നിനക്ക് എനിക്ക് പനിയാന്നുള്ള കാര്യം ഞാൻ നിധിയടുത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിധിയടുത്ത് വന്നാന്ന് പറഞ്ഞു. ആണോ? വളരെ കാര്യം ചെയ്യുക, ഇരിക്കുക, ഞാൻ ചായയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ചായയൊക്കെ എടുത്തുകൊണ്ടിരുന്ന് കൊടുക്കുന്നുണ്ട്. ആ ചായ ഇച്ചിരി കുടിച്ചു കഴിഞ്ഞപ്പം നിധിക്ക് ഭയങ്കര സന്തോഷമായി. നിധി പറഞ്ഞു, ഓ ഇപ്പോഴും എനിക്കൊരു സമാധാനമായത്. എന്തൊരു ടെൻഷനായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ 4-1 രുചിയോട് ചായ കിട്ടത്തില്ല. പക്ഷേ ഇവിടെ വന്ന് സുഭാഷിൻ്റെ കൈ കൊണ്ട് ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ഉന്മേഷമാണെന്നറിയാവോ? ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന കുട്ടികൾക്ക് അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം എന്നൊക്കെ പറഞ്ഞ് നിധി സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ്. നിധിയെ കണ്ടതോടുകൂടി നികേഷിൻ്റെ പകുതി പനി പമ്പ കടന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.